വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോ ഈ കർമ്മ എന്നതിലൊക്കെ നമുക്ക് ഇച്ചിരി വിശ്വാസം തോന്നുന്നത് ഇങ്ങനത്തെ കുറച്ച് സിനാരിയോസിലാണല്ലേ. തംബ്നെയിൽ നിങ്ങൾ കണ്ടു കാണും, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. അതായത് നമ്മുടെ ഒരു ഇൻഫ്ലുവൻസർ ഹെലനോ സ്പാർട്ട എന്നറിയപ്പെടുന്ന ധന്യ ഫൈനലി ആ പുള്ളിക്കാരിയുടെ അഹങ്കാരത്തിനാണോ അല്ലെങ്കിൽ ചെയ്ത തെറ്റിനാണോ ദൈവം ഒരു ശിക്ഷ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം, ഇൻഡയറക്ട്ലി. അപ്പോ ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, ഐ ഷുഡ് സേ, എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ. അപ്പോൾ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ പറയട്ടെ, അഹാന കൃഷ്ണ, സിന്ധു കൃഷ്ണ, തൻവി ആൻഡ് രേണു സുധി ആൻഡ് അവരുടെ മകൻ, നിങ്ങൾക്ക് എല്ലാവർക്കും തൽക്കാലം ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയക്ക് പുതിയതായിട്ടൊരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കൊണ്ടാടാൻ നമ്മുടെ സ്വന്തം ഹെലനോ സ്പാർട്ട തന്നെ തന്നിരിക്കുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി റെസ്റ്റ് എടുക്കാം ഫോർ ദ ടൈം ബീങ്, കുറച്ച് നാളത്തേക്ക്. ഇനി എല്ലാവരും പുള്ളിക്കാരുടെ പിറകെ പൊക്കോളും. ഓക്കെ, അപ്പോൾ മൂവിങ് ഓൺ ടു ദ വീഡിയോ. നമ്മുടെ പ്രമുഖ ഇൻഫ്ലുവൻസർ, എല്ലാവരെയും മര്യാദ പഠിപ്പിച്ച് എല്ലാവരെയും നന്നാക്കാനായിട്ട് മലയാള ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും തമിഴ് ഭാഷയും പിന്നെ പഠിക്കാത്ത ഭാഷയും പഠിക്കുന്ന ഭാഷയും എല്ലാം കൂടെ ചേർത്ത് സംസാരിക്കുന്ന ഒരു പുള്ളിക്കാരിയാണ് ഈ ഹെലനോ സ്പാർട്ട. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരി അങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചു. ഇതിലെന്താണ് ഇത്രയ്ക്ക് വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇന്നിപ്പോ സോഷ്യൽ മീഡിയക്ക് ട്രെൻഡിങ് ആക്കാൻ ഒരു സാധനം കിട്ടിയതുകൊണ്ട് മാത്രം പൊട്ടിമുളച്ചൊരു സംഭവം. ഒരാളെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് പോലീസ് പിടിക്കുന്ന ആദ്യത്തെ ഒരു ഇൻസിഡന്റ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോട്ട്. ഇതിനു മുന്നേ ഒത്തിരി പേരെ പോലീസ് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് വലിയ സാമ്യം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പുള്ളിക്കാരിയുടെ കാര്യം ഇത്രയും എടുത്ത് എല്ലാവരും എന്താ പറയാ എടുത്തിട്ട് പൊങ്കാല ഇടണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം പുള്ളിക്കാരി ചെയ്തു വച്ചിട്ടുണ്ട്. നമുക്കറിയാം റീസെന്റ് അതായത് സ്ക്രീനിൽ വന്നിട്ട് തെറി പറയാൻ ഒരുപാട് പേർക്ക് ഒരു മടിയുണ്ട്. ചിലപ്പോൾ മനസ്സിൽ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ ചേർത്ത് വിളിക്കണമെന്ന് നമുക്കിപ്പോൾ എനിക്ക് ഉൾപ്പെടെ തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളിൽ 10 പറയണമെന്ന്. പക്ഷെ നമ്മൾ ഒരു മടി കാണിക്കും, കാരണം 10 പേര് കാണുന്നതാണ്, നമ്മുടെ വില പോവല്ലോ എന്നൊക്കെ. പക്ഷെ അങ്ങനത്തെ ഒരു നാണവും മാനവും ഇല്ലാത്തൊരു ടീമാണ് ഈ പുള്ളിക്കാരി. തന്തയ്ക്കും തള്ളയ്ക്കും തള്ളയുടെ തലമുന്റെ മുത്തിക്കും മുത്തിയുടെ മുത്തിക്കും ഒക്കെ ചേർത്ത് പറയാനായിട്ട് പുള്ളിക്കാരി ഒരു മടിയില്ലാത്ത ഒരാളാണ് കേട്ടോ. അതിനൊക്കെ എപ്പോഴും ഇരയാകുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. നമുക്ക് അവരെ ഒന്നും ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോ മദ്യപിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ മദ്യപിക്കാം. നിങ്ങളുടെ പൈസ കൊടുത്ത് നിങ്ങൾ മേടിക്കുന്ന സാധനം നിങ്ങൾ കുടിച്ച് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്നു, അതിനാർക്കും ഒരു തെറ്റുമില്ല. ഇപ്പം മദ്യപിക്കുന്നത് അല്ലെങ്കിൽ പുകവലിക്കുന്നത് ഒരു തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് പെർ എന്താ പറയാ, നമ്മൾ ഡിസ്ക്ലെയിമർ എഴുതി കാണിക്കാറുണ്ട് സിനിമയ്ക്കൊക്കെ മുന്നേ, മദ്യപിക്കുന്നതും അല്ലെങ്കിൽ പുകവലിക്കുന്നതൊക്കെ ശിക്ഷാർഹമാണ്, അത് എന്റർടൈൻ ചെയ്യുന്നില്ല എന്നൊക്കെ. അതേപോലെ ഡിസ്ക്ലെയിമർ ആണെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എന്ന് വെച്ച് ലോകത്ത് ആരെങ്കിലും മദ്യപിക്കാതിരിക്കുന്നുണ്ടോ? ഓരോ വർഷം ഓണം അല്ലെങ്കിൽ വിഷു അല്ലെങ്കിൽ ക്രിസ്മസ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ബിവറേജിലെ ആ വർഷത്തെ കണക്കെടുപ്പാണ്. കഴിഞ്ഞ വർഷത്തിനൊക്കെ പൊട്ടിച്ചോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്, ഞാൻ ഉൾപ്പെടെ ഉള്ള സമൂഹമാണിത്. അപ്പോൾ മദ്യപിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് വേണേ മദ്യപിക്കാൻ, വേണേ നന്നോ. പക്ഷേ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് വലിയൊരു തെറ്റാണ്. കാരണം നിങ്ങളുടെ മാത്രമല്ല പ്രശ്നം, അത് ബാക്കിയുള്ളവരെ കൂടി അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കമ്മിങ് ടു ദ പോയിന്റ്, നമ്മുടെ പുള്ളിക്കാരി ഹെലനോ സ്പാർട്ട ഓക്കെ മദ്യപിച്ച് വണ്ടി ഓടിച്ചു ആൻഡ് പോലീസ് ഒരു ആക്ച്വലി സിനാരിയോ ഇസ് ലൈക്ക്, പുള്ളിക്കാരി റോഡിൽ വണ്ടി ഒതുക്കിയിട്ടേക്കായിരുന്നു. ആൻഡ് സഡൻലി പോലീസുകാർ എന്താന്ന് നോക്കാൻ, പോലീസ് എത്തിയ സമയത്ത് പുള്ളിക്കാരി വണ്ടി നിർത്താണ്ട് സ്പീഡിനെടുത്തോണ്ട് പോയി. അത് കുറ്റം നമ്പർ 1. ദെൻ പോലീസ് പുറകെ ചേസ് ചെയ്ത് പിടിച്ചു ആൻഡ് ഫൈനലി പുള്ളിക്കാരിയെ കിട്ടിയപ്പോൾ ഷീ വാസ് ഡ്രങ്ക്. അങ്ങനെ സോഷ്യൽ മീഡിയക്ക് ഇനി വേറെ എന്തെങ്കിലും വേണോ? പ്രത്യേകിച്ച് ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള ഓരോരോ തെറ്റുകൾ ഇങ്ങനെ കൂടി വരുമ്പോൾ ഓഫ്കോഴ്സ് മീഡിയ അതെടുത്തിട്ട് കൊണ്ടാടും. അങ്ങനെ അവർക്ക് കിട്ടിയ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിരുന്നു ഇന്നത്തെ വിഷയം, ഹെലനോ സ്പാർട്ടയുടെ ഈ ഒരു എന്താ പറയുക ഇൻസിഡന്റ്. അപ്പം ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര്, ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുള്ളിക്കാരി പണ്ട് തെറി വിളിച്ചവരായിക്കോട്ടെ ഇപ്പൊ തെറി വിളിക്കുന്നവരായിക്കോട്ടെ, എല്ലാവരും റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ ചോയ്സ് ആണ്. അതെല്ലാം ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഉറപ്പാണ് പുള്ളിക്കാരി എന്തെങ്കിലും ഇതൊക്കെ മോചിതയായിട്ട് തിരിച്ച് മീൻസ് പ്രോപ്പറായി സ്റ്റേബിൾ ആകുന്ന സമയത്ത് ഓഫ്കോഴ്സ് ഈ വീഡിയോ ഇടുന്ന എല്ലാവർക്കും എന്താ പറയാ പൊങ്കാലയ്ക്ക് മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരെ കിട്ടാൻ തയ്യാറായിരുന്നുള്ളൂ, ഞാൻ ഉൾപ്പെടെ. ചിലപ്പോൾ എന്നെയൊന്നും പിന്നെ പുള്ളിക്കാരി അത്രയ്ക്ക് കണ്ടുകാടില്ല, നമ്മളൊന്നും അത്ര ഫേമസ് അല്ലല്ലോ. പക്ഷെ ഉറപ്പാണ് പുള്ളിക്കാരി എല്ലാവർക്കും ഇട്ട് തരും. പക്ഷെ എങ്കിലും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, എന്റെ പൊന്നു സഹോദരി അല്ലെങ്കിൽ പൊന്നു സുഹൃത്തെ, ഇതൊന്നും നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിവേസ്, എന്റെ പൊന്നു സുഹൃത്തെ,
മദ്യപിച്ചോ, ഇഷ്ടംപോലെ മദ്യപിച്ചോ, നിങ്ങളുടെ കാശാണ്. പക്ഷെ മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്, ദൈവത്തെ ഓർത്ത്. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. ബാക്കിയുള്ള നോർമൽ, ഐ മീൻ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന പാവപ്പെട്ട, ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറയാണ്. ദൈവത്തെ ഓർത്ത് ഈ കൊടുംചതി ചെയ്യരുത്. ഓക്കെ, വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ബാക്കിയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് പറയാണ്. കാരണം അവരുടെ ജീവന് ഒരുപാട് വിലയുണ്ട്. നിങ്ങളെ പോലെ വല്ല ഇൻഫ്ലുവൻസറോ ഒന്നും അല്ലായിരിക്കും, പക്ഷെ നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിച്ച് എന്തെങ്കിലും ഒരു കയ്യബദ്ധമോ എന്തെങ്കിലും പറ്റിപ്പോയാൽ അതിൽ പുറത്ത് ദുഃഖിക്കുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡൻസ് ഇനി ക്രിയേറ്റ് ആവാതിരിക്കാനാണ് ജസ്റ്റ് പറയുന്നത്. പിന്നെ എനിക്ക് ഉറപ്പാണ് ഇനി എന്തായാലും നിങ്ങൾ ഈ പരിപാടിക്ക് പോവില്ലായിരിക്കും. കാരണം അമ്മാതിരി പണി ഇതിനോടകം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ കാര്യം. ചിലപ്പം ഇതിനോടകം പൂർവാധികം ശക്തിയോടെ നിങ്ങൾ തിരിച്ചു വരുമായിരിക്കും. യെസ്, നമുക്ക് അതാണ് വേണ്ടത്. കാരണം ഇങ്ങനെ അണഞ്ഞിരിക്കുന്ന ഹെലൻ ഓഫ് സ്പാർട്ടനെ ആർക്കും ഇഷ്ടമല്ല. എല്ലാവരോടും ഒന്ന് പറഞ്ഞ അല്ലെങ്കിൽ എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയുന്ന ഹെലൻ ഓഫ് സ്പാർട്ടയാണ് നമുക്ക് വേണ്ടത്. അപ്പോ ദാറ്റ്സ് ഇറ്റ്. ദൈവത്തെ ഓർത്ത് ഹെലൻ ഓഫ് സ്പാർട്ട എന്നല്ല, ആര് തന്നെ ആയാലും വെള്ളം അടിച്ചോ, നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ്. പക്ഷെ നിങ്ങൾ വെള്ളം അടിക്കുന്നതുകൊണ്ട് മറ്റൊരാൾക്ക് ഒരു ഉപയോഗം, ഐ മീൻ ഒരു ഉപദ്രവം ഉണ്ടാവരുത്. ഓക്കെ, നിങ്ങൾ കാരണം ബാക്കിയുള്ളവർക്ക് ഒരു വിഷമം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാക്കരുത്. അത്രയും മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.